UDFിന്റെ പ്രചരണം ഓരോ മണ്ഡലത്തിലും അതിശക്തമായി തുടരുകയാണ്. മറിയ ഉമ്മൻ സംസ്ഥാനത്തൊട്ടാകെ പലയിടത്തായി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ചോദിക്കാം, എങ്ങനെയാണ് ഒരു ട്രെൻഡ്? വളരെ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് UDFിനുള്ളത്. ഇതിപ്പം പ്രചരണം നമുക്കിപ്പം ലിസ്റ്റ് വന്നതിന് ശേഷം ഞാൻ 3-ാമത്തെ ദിവസമാണ് പ്രചരണം. ഒരുപാട് മണ്ഡലങ്ങളിൽ പോയി കഴിഞ്ഞു. 8-9 മണ്ഡലമായി. എവിടെ പോയാലും UDFിന് വളരെ അനുകൂലമായ ഒരു വേവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ ഇടയിലേക്ക് കൂടുതലും ആളുകളെ കണ്ട് വോട്ട് ചോദിക്കലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും അവരുടെ പ്രതികരണം UDFിന് അനുകൂലമായി, വളരെ അനുകൂലമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ പ്രചരണം തുടങ്ങാൻ പോവുകയാണ്. അപ്പം പൂർണ്ണമായ വിശ്വാസം നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ച് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. മരിയ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഓർമ്മകളും ഈ മനുഷ്യർക്കെല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരാറുള്ളത്? എല്ലാ മണ്ഡലങ്ങളിലും എന്നെ സ്ഥാനാർത്ഥികൾ വിളിക്കുന്നതും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ജനങ്ങളും എന്നെ കാണുന്നത് അപ്പയുടെ പ്രതിനിധിയായിട്ടാണല്ലോ. ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ ഗ്യാപ്പ് നികത്താൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരെയും കൊണ്ടും ആ ഗ്യാപ്പ് നികത്താൻ സാധിക്കില്ല. പക്ഷേ അപ്പയില്ലാത്ത ആദ്യത്തെ നിയമസഭാ ഇലക്ഷനാണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ആരും ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു ഇലക്ഷൻ ഫേസ് ചെയ്ത് ആരും ഇവിടെ കാണത്തില്ല. അപ്പം കേരളം മുഴുവൻ എല്ലാ മണ്ഡലത്തിലും ഓടി നടന്ന് 2021 അവസാനം ഇലക്ഷൻ്റെ നമ്മുടെ കൊട്ടിക്കലാശം കഴിഞ്ഞ് അപ്പ വന്ന് വീഴുകയാണ്. കുറച്ച് ഹെൽത്ത് അപ്പം മോശം കണ്ടീഷനിലായിരുന്നു. എന്നാലും 140 മണ്ഡലവും അപ്പോൾ ഓടിയിരുന്നു. അപ്പം ആ ഒരു ഫീലിംഗ് ആണ് എല്ലാ കാൻഡിഡേറ്റ്സിനും. അപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും എവിടെ ചെന്നാലും അപ്പയെ അറിയാം. കാൻഡിഡേറ്റ്സ് ചിലയിടത്ത് മാറിക്കാണും, പക്ഷെ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഇന്നും അപ്പയെ ഓർക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ സ്നേഹം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കുന്നതിലും അധികമാണ്. സമാന്തരമായിട്ട് ഓട്ടമാണോ മറിയ നടന്നത്? കാരണം ഡെയിലി സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ ഓരോ ദിവസം ഓരോ മണ്ഡലമാണ്. ഇങ്ങനെ സ്റ്റേറ്റ് വൈഡ് കുറേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ, 3-ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. വളരെ സമയം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ച് ടൈമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ എത്രമാത്രം എത്താൻ സാധിക്കുമോ അത്രയും ഓടി തീർക്കണമെന്നാണ് ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ അപ്പയും ഇത് തന്നെ ആഗ്രഹിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പയുടെ ചികിത്സാ സമയത്ത് സത്യം പറഞ്ഞ അവസാനം ചികിത്സയുടെ സമയത്ത് പറയുമായിരുന്നു, അപ്പോൾ 2026 ഇലക്ഷന് നമുക്ക് അപ്പോൾ ആരോഗ്യവാനായി തിരിച്ചു വന്നിട്ട് നമുക്ക് 26 ഇലക്ഷൻ എല്ലാ മണ്ഡലത്തിലും പോകുമെന്ന് അപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു അപ്പയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കൊരു ആവേശമായിരിക്കും അല്ലേ, ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. പിന്നെ ഉറപ്പായിട്ട് ഞാൻ 2021 ഇലക്ഷൻ്റെ അവസാനം വളരെ ക്ഷീണത്തോടെ വന്നാണ്. പിന്നെ എനിക്കൊന്ന് കോവിഡ് പിടിച്ചു, വയ്യാതായി. അപ്പം എന്നാലും എത്ര ക്ഷീണിതാവസ്ഥയിലും അപ്പ ഇലക്ഷൻ ഓടി എത്തുമായിരുന്നു. ഈ പുതുപ്പള്ളിയിൽ എന്താണ് അവസ്ഥ? പുതുപ്പള്ളിയിൽ വളരെ പോസിറ്റീവ്. പുതുപ്പള്ളിയിലോട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവ് ട്രെൻഡാണ് അവിടെ. പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ചാണ്ടി തന്നെ ഇപ്പം കണ്ടില്ലേ, വളരെ ഒരു ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ക്യാമ്പയിൻ ആണ് എടുത്തേക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ക്യാമ്പയിൻ നമ്മൾ കാണുകയാണ്. പോസ്റ്ററും ഫ്ലെക്സും ഒന്നും ഉപയോഗിക്കാതെ ആ പൈസ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ എടുക്കണം, ചാരിറ്റി വർക്കിന് എടുക്കണം. അതൊരു വലിയൊരു തോട്ടാണ്. അപ്പം അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ജനങ്ങളുടെ അപ്പയെ സ്വീകരിച്ചതുപോലെ തന്നെ ചാണ്ടിയും ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ അടുത്തിടെ ഒരുപാട് ജനറേഷൻ മാറിയതിൻ്റെ തന്നെ വ്യത്യാസം. പുതുപ്പള്ളി ഫെസ്റ്റ് ആദ്യമായിട്ടാണ് പുതുപ്പള്ളി ഫെസ്റ്റ് പോലൊരു സംഭവം പുതുപ്പള്ളിയിൽ നടക്കുന്നത്. വളരെ ജനസ്വീകാര്യതയുള്ള പരിപാടിയായിരുന്നു. എത്ര സീറ്റ് കേരളത്തിൽ കിട്ടുമെന്നാണ് മറിയയുടെ ഒരു? ഞാൻ അങ്ങനൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷെ എന്നാലും നല്ല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് പൂർണ്ണ വിശ്വാസം. ഒരുപാടടുത്ത് മറിയ സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹിച്ച കുറെ മനുഷ്യരുണ്ടായിരുന്നു. അത് ഇത്തവണ നടന്നില്ല. അല്ലേ, ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്തിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി അന്നേ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്ത് തീരുമാനിക്കുമോ അതനുസരിക്കും. ഏറ്റവും നല്ല 140 കാൻഡിഡേറ്റ്സിനെ UDF ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മളൊരു വാർ ഫ്രണ്ടിലാണ്. നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ആഗ്രഹിച്ചാൽ മറിയ എന്തായാലും സജീവമായിട്ട് രാഷ്ട്രീയത്തിലാണ്.
ഞാൻ ഇപ്പം ഇലക്ഷൻ ടൈമിൽ ഞാൻ പൂർണ്ണമായി UDF-ന്റെ പ്രചരണത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അത് കഴിഞ്ഞ് എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും. ഇലക്ഷൻ ടൈം നമ്മുടെ UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ടാർഗറ്റ്. ആ സമയത്ത് അങ്ങനെ പോകും, എന്റെ ജോലിയോടൊപ്പം തന്നെ പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്റെ ഷെഡ്യൂളിലേക്ക് തന്നെ ഞാൻ തിരിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അതാണ് മരിയയുടെ, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഓരോ ഇടത്തേക്കും മരിയയും ഓടിയെത്തുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.